എല്ലാ മുഴകളും അല്ലെങ്കിൽ എല്ലാ തടിപ്പുകളും ക്യാൻസർ ആകണം എന്നില്ല. പലപ്പോഴും ബ്രസ്റ്റിലെ മുഴകൾ ഇഞ്ചുറിയോ ട്രോമയോ എന്തെങ്കിലും തട്ടോ മുട്ടോ ചെയ്തിട്ടുണ്ടായ ഒരു ചെറിയ നീർവീഴ്ചയിൽ നിന്ന് വരുന്ന ചെറിയ തടിപ്പുകളാവാം. ചിലപ്പോൾ വെറും സിസ്റ്റിക് ആയിട്ടുള്ള സ്വെല്ലിങ്സ് ആവാം. ബ്രസ്റ്റിന് ചുറ്റുവട്ടമുള്ള ഏതെങ്കിലും കഴലകളിൽ വരുന്ന വീക്കത്തിന്റെ റിഫ്ലക്ഷൻസ് ആവാം ബ്രസ്റ്റിലെ തടിപ്പുകൾ. പലപ്പോഴും ഈ ചെറിയ ചെറിയ മുഴകള് പെൺകുട്ടികളിൽ പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരിക. മറ്റു ചിലരിൽ പ്രഗ്നൻസി സമയത്തായിരിക്കും ഇത്തരത്തിലെ മുഴകൾ കാണപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ബിനൈൻ ആയിട്ട് വരുന്ന ബ്രസ്റ്റ് ട്യൂമേഴ്സ് അല്ലെങ്കിൽ ബ്രസ്റ്റ് സ്വെല്ലിങ്സിനുള്ള കാരണങ്ങൾ. ചെറിയ സൈസുള്ള തടിപ്പുകൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് ട്യൂമേഴ്സ് ഇന്റേണലി മെഡിസിൻ കഴിച്ചുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. എന്ത് വന്നാലും ബ്രസ്റ്റിൽ വരുന്ന തടിപ്പുകളുടെ കൂടെ ചുറ്റുവട്ടത്തുള്ള കഴലകൾക്ക് വീക്കമോ നിപ്പിളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജോ ഏതെങ്കിലും തരത്തിലുള്ള വ്രണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് കൺസൾട്ട് ചെയ്ത് തന്നെ അത് ക്യാൻസർ അല്ല എന്ന് സ്ക്രീൻ തന്നെ ചെയ്യണം. ആദ്യമേ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ പറ്റും. ട്യൂമർ മാർക്കേഴ്സിന്റെ ടെസ്റ്റുകൾ ഉണ്ട്. ഈ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ തടിപ്പുകൾ ബിനൈൻ ആണോ അല്ലെങ്കിൽ അത് ക്യാൻസറിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന് വളരെ നേരത്തെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ക്യാൻസറസ് അല്ലാത്ത മുഴകൾ പോലും കൺസൾട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ക്യാൻസർ അല്ലാത്ത മുഴകൾ പോലും ചില സാഹചര്യങ്ങളിൽ ക്യാൻസറസ് ആവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസറസ് അല്ല ബിനൈൻ ആയിട്ടുള്ള തടിപ്പുകളാണ് ബ്രസ്റ്റിൽ കാണപ്പെടുന്നത് എങ്കിൽ പോലും പ്രോപ്പർ ഗൈനക്കോളജിക്കൽ കൺസൾട്ടേഷനോടെ പ്രോപ്പറായിട്ട് മെഡിസിൻസ് കഴിച്ച് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും.